ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഓഫീസ് വെയറോ ഡെയിലി വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തയിലെ സിമ്പിളായിട്ട് വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്തയാണ്. മെറ്റീരിയലിൽ നമ്മൾ ആ ഡിസൈനിൻ്റെ അനുസരിച്ച് ചെറുതായിട്ടൊരു വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് സ്റ്റോണിൻ്റെ വർക്ക് വെച്ചിട്ട് അതിൽ ചെറിയ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ ടൈപ്പിലുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ആ ഡിസൈനിൻ്റെ അനുസരിച്ച് ഈ സ്റ്റോൺ വന്നിട്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിസൈനെയും നടുക്കുള്ള ഭാഗത്തായിട്ട് നീല കളറിന് നടുക്കായിട്ടാണ് ഞാൻ ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഓരോന്നിലും ഇതുപോലെ കുറച്ച് പശ ഒരെണ്ണത്തിൽ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം റോംബസ് എന്നുള്ള ഒരു ഡയമണ്ട് ഷേപ്പിലായിട്ടാണ്, സ്ക്വയർ ആയിട്ടല്ല ഒട്ടിക്കുന്ന, ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടേ നമ്മൾ വർക്ക് ചെയ്യാവുള്ളൂ. ഉടനെ വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് പെട്ടെന്ന് ഉണങ്ങില്ല. അങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്ന ഗ്ലൂ വേണമെന്നാണെങ്കിൽ B1700 യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒട്ടിച്ചു കൊടുത്ത അടുത്ത ദിവസമാണ് ഞാൻ പിന്നെ അതെടുത്തത്. ഇനി ഇതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ സ്റ്റോണും ബ്ലാക്ക് കളറായിട്ട് ബ്ലാക്കിഷ് ഗ്രേയിഷ് കളറിൽ വരുന്ന ഗ്ലാസ് കട്ട് ബീഡുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ബീഡ് കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് വൈറ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒന്നുകൂടെ സൂചി കയറ്റി ഇറക്കി എടുക്കണം. കാരണം എന്നാലാണ് ആ ബീഡ് അവിടെ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ. മൊത്തം ബീഡ്സ് ഒന്നിച്ച് കൊടുത്ത് അവസാനം കെട്ടിടാൻ നോക്കിക്കഴിഞ്ഞാൽ ബീഡ്സ് കുറച്ച് കഴിയുമ്പോൾ ഇളകിപ്പോരും. അതുകൊണ്ട് ഇങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയതുകൊണ്ട് ഫ്രെയിമിൽ കയറ്റാതെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഫ്രെയിം ഇല്ലാതെയും ചെയ്യാൻ പറ്റും. പക്ഷേ ശരിക്കും ഒന്ന് വലിച്ച് പിടിക്കണമെന്ന് മാത്രം. ഫ്രെയിമില്ലാതെ വർക്ക് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് ചെയ്തതിൻ്റെ അറ്റത്ത് രണ്ടുമായിട്ടും ഇതുപോലെ V ഷേപ്പിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ തന്നെ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ വൈറ്റ് മുത്തിൻ്റെ ഉള്ളിൽ കൂടെ 2 പ്രാവശ്യം കോർത്തെടുക്കുക ചെയ്യുന്നുണ്ട്. കാരണം അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം എന്നുള്ളത്. ഗ്ലാസിൻ്റെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കോർത്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ വൈറ്റിൻ്റെ, കാരണം അത് എൻഡായിട്ട് വരും എന്നുള്ള രീതിയിൽ തന്നെ വൈറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ വർക്കാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണം, ഓഫീസിലേക്കും ഇല്ല വേറെ എങ്ങോടെയും പോകുന്ന ആ ഒരു രീതിയിലേക്കായിട്ട് സിമ്പിൾ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന, പാർട്ടി വെയർ എന്നല്ല, ഒരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഒത്തിരി ഹെവി അല്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്ത് നിൽക്കും. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ഒരു ലെയറായിട്ട് 2 സൈഡിലേക്കും കൊടുക്കുക. അപ്പോൾ ആദ്യം മേലെ ഒരു V ആയിട്ടുള്ളത് കൊടുത്തു. ഇനി അടുത്തത് താഴത്തെ ലെയറിൻ്റെ അറ്റത്തും ഇതുപോലെ V ആയിട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് കൊടുക്കണം. ഫ്രെയിം ഇടാത്തതുകൊണ്ട് തന്നെ ടൈറ്റായിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലിരുന്ന കുർത്ത അധികം വർക്കൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊരു വർക്ക് ചെയ്ത് കൊടുത്താൽ അത് എപ്പോഴും നല്ല ഭംഗിയായിരിക്കും. ഇനി ഇങ്ങനത്തെ വർക്ക് അല്ലാതെ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള വർക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഡിസൈനാണ് വർക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത്, ഏതൊക്കെ ഡിസൈൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് റിച്ചൂസ് ബുട്ടീക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ആ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലും ഉണ്ട്. ഇനി അതും അല്ലാതെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൻ്റെ കാറ്റലോഗിലും ഈ എല്ലാ വർക്കുകളും ഫോട്ടോസ് സഹിതം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഏത് വർക്കാണോ വേണ്ടത് ആ വർക്കിൻ്റെ അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ഇല്ല, കളർ ചേഞ്ചിലുള്ള മെറ്റീരിയലായാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്നതാണ്. മാക്സിമം 7 ഡേയ്സിനുള്ളിൽ കൊറിയർ ചെയ്ത് തരാൻ കിട്ടുന്ന. സോ അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീണ്ടും ആ വൈറ്റ് മുത്തിൻ്റെ ഇടയിൽ കൂടെ 2 പ്രാവശ്യം കോർത്തെടുക്കണം. ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണ്, നൂലൊരിക്കലും കെട്ടുകൂടാതെ നോക്കണം. നൂല് കെട്ടുകൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ പിന്നെ വലിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വലിച്ചെടുക്കാൻ. പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ 2 സൈഡിലേക്കും ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കുക. ഇനി അടുത്തത് താഴെയും ഇതുപോലെ തന്നെ V കോർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ മേലെ കോർത്ത് കൊടുത്ത പോലെ തന്നെ താഴെയും ഇതുപോലെ തന്നെ വി ഷേപ്പിലായിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുക. താഴെ ഇതുപോലെ തന്നെ കോർത്ത് കൊടുത്തു, അടുത്ത സൈഡിലേക്ക് ഇതുപോലെ തന്നെ കോർത്ത് കൊടുത്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ വർക്കാണ്. ഇപ്പോൾ ആ ബ്ലൂ ഷെയ്ഡ് വന്ന ടോട്ടൽ ഏരിയ വന്നിട്ട് ഫില്ല് ചെയ്യാൻ പറ്റി, നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റി. അതുപോലെ ആ ഒരു വർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തയ്ക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ടുള്ള രീതിയിൽ തയ്ച്ച് കിട്ടാൻ തയ്ക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ തയ്ച്ചു തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കിൽ പെട്ടെന്നാണ് ഇത്. ഇനി ഇതുപോലത്തെ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി. കാണുന്നത് ഒരു സന്തോഷം. സോ ഇതേ വർക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്താണ് എല്ലാ ബീച്ചിലേക്കും കൊടുത്തു കൊടുക്കുക, ഒരുപോലെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ യോക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കും, എന്നാൽ ഒത്തിരി ഹെവി അല്ലാത്ത വർക്കുമായിട്ട് നിൽക്കുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രെയിം ഇടാതെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് പിടിച്ച് വലിച്ചെടുക്കാൻ തന്നെ ഓർക്കുക, അല്ലെങ്കിൽ മുത്ത ഇളകി പോരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ല വാട്സപ്പിലോ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. മാക്സിമം 7 ഡേയ്സിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ്. ഇതെല്ലാം ഡെയിലി വെയർ സെറ്റോടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ചെറിയ വർക്കായിട്ട് ഇതുപോലെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ വേറൊരു സിമ്പിൾ വർക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.